ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ചക്കപ്പഴം വെച്ചിട്ട് ഞാനൊരു ഉണ്ണിയപ്പം ചുടുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചരി കുതിർത്തെടുത്ത് എല്ലാം ഏലക്കായ ഇട്ടതാണ്. വെല്ലം ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട്, തേങ്ങാക്കൊത്തുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിനി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സീൻ്റെ ജാർ എടുക്കാം. ജാറെടുത്തു. അവരെ ഇങ്ങോട്ട് മാറ്റട്ടെ, നല്ല കാണും നിങ്ങൾ. അപ്പം ഞാൻ അതിലേക്ക് പച്ചരി ഇട്ട് വെക്കുന്നുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയ പച്ചരിയാണ്. ഏലക്കായാണ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ള ഒരു ഏലക്കായ ഇടുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ചക്കേൻ്റെ മാത്രം രുചി വേണമെന്നുള്ളവർക്ക് ഏലക്കായ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വേറെയൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ ഈ ചക്കയും കൂടി ഈ കൂട്ടത്തിൽ തന്നെ അരക്കാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കേനെ വേറെയൊന്നല്ല അരക്കുന്നത്, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് അരക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വെല്ലം ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടാണ് അരക്കുന്നത്. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം. പോയിട്ട് അരച്ചെടുത്തിട്ട് വേഗത്തിൽ വരുന്നത്. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്നുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. നെയ്യടക്കമുള്ള ഇതാണ്. നെയ്യടക്കം വറുത്ത് വെച്ചതാണ് ഞാൻ, അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് ഇത് ഇളക്കാം. എള്ളിട്ട് കൊടുക്കണം ഇനി. അപ്പം ഞാനൊന്ന് ഇത് ഇളക്കട്ടെ. ഇതാ, അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പ്. എന്നിട്ട് ഇനി എള്ളിട്ട് കൊടുക്കട്ടെ. എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ണിയപ്പത്തിന് പറഞ്ഞതാണല്ലോ, വേറെ ഇതിലൊന്നും ഞാൻ ചേർക്കുന്നില്ല. പഴം അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല, ഒന്നും ചേർക്കുന്നില്ല. ഇതാ, അപ്പോൾ നമുക്ക് വേഗം ചുട്ടെടുക്കാം. ഇത് ഉപ്പെല്ലാം ചേർത്ത് ഇളക്കി നല്ല അടിപൊളിയായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാര വച്ചിട്ട് ചുട്ടിട്ടെടുക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഞാൻ കാരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ ഉണ്ണിയപ്പെല്ലാം ചുടാൻ വേണ്ടി ഒഴിക്കുന്ന പോലെ തന്നെ കുറച്ച് നെയ്യ്. അത് കഴിഞ്ഞ് പിന്നെ വെളിച്ചെണ്ണ എല്ലാ കുയിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൂന്ന് കുയിൽ ഒഴിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതൊന്ന് കായട്ടെ, എന്നിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ കൂട്ടെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ട് നമുക്ക് മറിച്ചിടാം. അപ്പോൾ മറിച്ചിടാനായോ നോക്കട്ടെ. ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കേ, വന്നോളൂ ഉണ്ണിയപ്പങ്ങളെ, നമുക്ക് മറിച്ചിടാം. എന്നിട്ട് വേണ്ടി അടുത്ത ഭാഗം വേവാൻ. ഓക്കേ, അപ്പോൾ ഇതാ ആവട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. ഞാൻ വാങ്ങുന്നുണ്ട്.
നമ്മളെ അപ്പത്തിന് നമുക്ക് കുഞ്ഞി 3 കുഴി മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് 3 കുഴിയിൽ മാത്രമേ നമുക്ക് ഉണ്ണിയപ്പം ഒഴിക്കാൻ പറ്റുള്ളൂ. നമ്മളെ കുഞ്ഞി കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞി ഉണ്ണിയപ്പത്തിൻ്റെതാണ്. അപ്പോൾ ഇതാ 3 കണ്ട. അപ്പോൾ ഇനി ഇത് പ്ലേറ്റിലേക്ക് ഇടട്ടെ. എന്നിട്ട് ഞാൻ അടുത്തവും കൂടി ഒഴിക്കട്ടെ. അതും ഒഴിച്ച് അതും ആകട്ടെ. അപ്പോൾ ഞാനിതാ ഇന്നൊരു ഉണ്ണിയപ്പെടുത്തിട്ട് നമ്മളെ ഗണപതിക്ക് വെക്കുന്നുണ്ട് പതിവ് പോലെ തന്നെ. എന്നിട്ടാണ് ചുടുന്നത്. അപ്പോൾ ഇതാ ഇതും വാങ്ങുന്നുണ്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാം ആയിട്ട് കാണിച്ചു തരാം. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ഇതായിപ്പോവും. അപ്പോൾ ഇനി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന കാണണ്ടല്ലോ. ഇതാ അപ്പോൾ ഗൈസ് ഇതാ അപ്പെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി വാങ്ങിയിട്ട് തീയെല്ലാം ഓഫാക്കാം. അപ്പോൾ ഓക്കെ, ഞാൻ എന്നിട്ട് എത്രയാണ് ചുട്ടിട്ടുള്ളതെന്നെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഇതാ ഗൈസ് ഇത്രയാണ് ഉണ്ണിയപ്പം കിട്ടിയിട്ടുള്ളത്. ഞാൻ ആക്കിയ കൂട്ടിനെ കൊണ്ട് ഇത്രയും ഉണ്ണിയപ്പമാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടല്ലോ, ഇതാ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. ചൂടുണ്ട് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പിടിക്കാനും പണിയതാ. കണ്ട, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പാണ്. അടിപൊളിയാണ്. ഞാൻ വേണ്ടിക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. ചൂടൊന്നുമില്ല ഇത്. ഇതാ കണ്ട, അടിപൊളിയല്ലേ. കണ്ട, വേറെയൊന്നും ചേർത്തിട്ടില്ലല്ലോ. ചക്ക പിന്നെ അരി അത്രയും കൂടി അരച്ചിട്ടാക്കിയതല്ലേ നമ്മൾ. അപ്പം നല്ല അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഗൈസ് കേട്ടോ. ഇതാ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് തരണം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആരും മറന്നു പോകണ്ട. എന്നിട്ട് എല്ലാവരും ഇപ്പം ചക്ക സീസൺ ആയതുകൊണ്ട് ഇതേപോലത്തെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്ക്. അടിപൊളിയാണ്. ഇതിൽ പഴമൊന്നും ചേർക്കുന്നില്ലല്ലോ, വേറെ ഒന്നുമില്ല. മൈദയില്ല, ഗോതമ്പ് പൊടിയില്ല, ഒന്നുമില്ല. അപ്പോൾ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ.